കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാർട്ട് 1 മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യയുടെ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലൊരു 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ പാർട്ട് 2-ൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സിയാച്ചിൻ ഹിമാനിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. ഫസ്റ്റ് പ്രസ്താവന, ലഡാക്കിലെ നുംബ്ര താഴ്വരയിലെ ഒരു നദിയാണ് നുംബ്ര നദി. ഹിമാനിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഹിമാലയത്തിലെ ലഡാക്ക് പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിമാനിയാണ് സിയാച്ചിൻ ഹിമാനി. മൂന്നാമത്തത്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ധ്രുവപ്രദേശത്തിന് പുറത്തുള്ള ഹിമാനിയാണ്. താഴെ പറയുന്നതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 1, 2, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 2, 3. ഇതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ലഡാക്കിലെ നുംബ്ര താഴ്വരയിലെ ഒരു നദിയാണ് നുംബ്ര നദി. ഹിമാനിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷെ അതിന് ഒരു മൂന്നാമത്തത്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ധ്രുവപ്രദേശത്തിന് പുറത്തുള്ള ഹിമാനിയാണ് സിയാച്ചിൻ ഹിമാനി. അപ്പോൾ ഓപ്ഷൻ 1ഉം 3യും കറക്റ്റാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയിലെ ലഡാക്കിലെ നുംബ്ര താഴ്വരയിലെ നദിയാണ് നുംബ്ര നദി. ഷിയോക്ക് നദിയുടെ കൈവഴിയായ ഇത് സിയാച്ചിൻ ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഹിമാലയത്തിലെ കാരക്കോറം പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിമാനിയാണ് സിയാച്ചിൻ ഗ്ലേസിയർ. ഇത് കാരക്കോറത്തിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയും ലോകത്തിലെ ധ്രുവേതര പ്രദേശങ്ങളിൽ ഏറ്റവും രണ്ടാമത്തെ നീളം കൂടിയതുമാണ്. ഇതൊക്കെയാണ് ആ ക്വസ്റ്റ്യനിൽ കൊടുത്തിരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. 1984-ൽ കാശ്മീർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൻ്റെ ഭാഗമായി സിയാച്ചിൻ മുഴുവനും എല്ലാ പ്രധാന ചുരങ്ങളോടുകൂടിയ ഇന്ത്യയുടെ ഭരണത്തിൻ്റെ കീഴിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും സിയാച്ചിൻ മേഖലയിലെ മുഴുവൻ പരമാധികാരവും അവകാശപ്പെടുന്നു. 1984-ൽ ഇന്ത്യ ഓപ്പറേഷൻ മേഘദൂത് എന്ന സൈനിക ഓപ്പറേഷൻ ആരംഭിച്ചു. അത് സിയാച്ചിൻ ഹിമാനിയുടെ മുഴുവൻ നിയന്ത്രണവും ഇന്ത്യക്ക് നൽകി. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ഏത് പർവ്വതനിരയാണ് കൃഷ്ണഗിരി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സസ്കർ റേഞ്ച്, ഓപ്ഷൻ ബി കാരക്കോറം റേഞ്ച്, ഓപ്ഷൻ സി കൈലാസ് റേഞ്ച്, ഓപ്ഷൻ ഡി ലഡാക്ക് റേഞ്ച്. ഓപ്ഷൻ ബി കാരക്കോറം റേഞ്ചാണ് കറക്റ്റ് ആൻസർ. ട്രാൻസ് ഹിമാലയൻ പർവ്വതനിരകളുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കാരക്കോറം പർവ്വതനിര കൃഷ്ണഗിരി എന്നും അറിയപ്പെടുന്നു. ഈ ശ്രേണിയിലെ ചില കൊടുമുടികൾ ശരാശരി സമുദ്രനിരപ്പിൽ നിന്നും 8000 മീറ്ററിൽ അധികം ഉയരത്തിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയും ഇന്ത്യൻ ടെറിട്ടറിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയുമാണ് K2. കാരക്കോറം ശ്രേണിയുടെ ശരാശരി വീതി 120 to 140 കിലോമീറ്ററാണ്. ഈ ശ്രേണിയുടെ ശരാശരി ഉയരം 5500 to 6000 മീറ്റർ ആണ്. ടിബറ്റിലേക്കുള്ള കാരക്കോറം പർവ്വതനിരകളുടെ വിപുലീകരണമാണ് കൈലാസ് പർവ്വതനിര. താഴെ പറയുന്നവയിൽ സ്ഥലങ്ങളിൽ ലഡാക്കിലേക്കുള്ള ഗേറ്റ്വേ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ എ കാർഗിൽ, ഓപ്ഷൻ ബി ദ്രാസ്, ഓപ്ഷൻ സി ശ്രീനഗർ, ഓപ്ഷൻ ഡി ദാൽ തടാകം. ലഡാക്കിലേക്കുള്ള ഗേറ്റ്വേ എന്നറിയപ്പെടുന്നത് ദ്രാസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ദ്രാസ് ആണ് കറക്റ്റ് ആൻസർ. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ കാർഗിൽ ജില്ലയിലെ കാർഗിൽ അടുത്തുള്ള ഒരു പട്ടണവും ഹിൽ സ്റ്റേഷനുമാണ് ദ്രാസ്. സോജിനിലെ കാർഗിലിനും ഇടയിലുള്ള NH1 ആണ് ഇത്. ഉയർന്ന ഉയരത്തിലുള്ള ട്രക്കിംഗ് റൂട്ടുകൾക്കും ടൂറിസ്റ്റ് സൈറ്റുകൾക്കും പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ദ്രാസ് പലപ്പോഴും ലഡാക്കിലേക്കുള്ള ഗേറ്റ്വേ എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ദ്രാസ് ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. കാശ്മീർ പുനഃസംഘടനാ നിയമം പാസാക്കിയതിനെ തുടർന്ന് 2019 ഒക്ടോബർ 31-ന് ലഡാക്ക് ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി സ്ഥാപിതമായി. ഇന്ത്യയിലെ ഏറ്റവും വലുതും രണ്ടാമത്തെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ ഉള്ളതുമായ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ലഡാക്കിലെ ഏറ്റവും വലിയ പട്ടണമാണ് ലേ.